ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ട് നല്ലൊരു ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കധികം ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ. ബ്രെഡും പാലും പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സാധാ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് ഈ ഒരു ബ്രെഡ് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പൗഡർ രൂപത്തിലൊന്നും കിട്ടുമൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അത് കിട്ടുക. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒരുപാട് ഇങ്ങനെ അമർത്തി തിരുമ്മി അങ്ങനെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കൊരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കില്ല. ആ ഒരു സമയം മാത്രം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചാൽ മതി. പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെയൊക്കെ പഞ്ചസാര ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ 2-3 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരപ്പാനിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. പ്രത്യേകിച്ച് ഒരു പരുവൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒറ്റനൂൽ പരുവത്തിലായി കിട്ടണം അങ്ങനെയൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള 1 കപ്പ് വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് വറ്റിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്നിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ഒരു 4-5 തുള്ളി ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ നെറ്റിച്ച് കൊടുക്കുക. ഇതെന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചസാരപ്പാനി ഇങ്ങനെ കട്ടിയായിട്ട് പോകാണ്ടിരിക്കാനാണ് കേട്ടോ. നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര പാനി ഇങ്ങനെ ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് തിക്കായി പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ മാവ് എടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതെ ഞാനിതുപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും ക്രാക്കൊന്നും വീഴാത്ത വിധത്തിൽ നന്നായിട്ട് ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ കറുത്ത് പോകും കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് വേണം കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. 1 സെക്കൻഡിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ ഷുഗർ സിറപ്പൊക്കെ കയറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ളൊരു സ്വീറ്റ് കൂടിയിട്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂറോ അതല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വയ്ക്കുക. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.